സോ അവിടെ നമ്മൾ എൻട്രി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ കോഴ്സിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് 400 hours ഓഫ് വീഡിയോ ലെക്ചേഴ്സ് ആണ്. വെറുതെ ഇപ്പോൾ എൻട്രി ആപ്പിൽ നിങ്ങൾ വന്ന് ജോയിൻ ചെയ്തതിന് ശേഷം വെറുതെ ഒരു മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കൂ. നമ്മൾ ജസ്റ്റ് ഒന്നും പഠിക്കുന്നതിന് മുന്നേ തന്നെ ഒരു മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഒരു മോക്ക് ടെസ്റ്റ് ചെയ്തുമ്പോൾ എന്തായാലും നമുക്കൊരു 20-30 മാർക്സ് ഒക്കെ എന്തായാലും കിട്ടും. അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നിങ്ങൾ അപ്ലൈ ചെയ്യാൻ എലിജിബിൾ ആയിട്ടുള്ള എല്ലാ ആളുകളും അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് എങ്ങനെയാണ് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എക്സാം ഏറ്റവും എഫക്റ്റീവായിട്ട് ക്രാക്ക് ചെയ്യാം എന്നുള്ള ഒരു സ്റ്റഡി പ്ലാനാണ്. തീർച്ചയായിട്ടും ഈ സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ചേഞ്ചസുകൾ വരുത്തിയിട്ട് ഏറ്റവും നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റഡി പ്ലാൻ ആണ്. ഓൾറെഡി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എക്സാം വന്ന സമയത്തും ഇതേപോലുള്ള സ്റ്റഡി പ്ലാൻ നമ്മൾ നമ്മുടെ വിദ്യാർത്ഥികൾക്കായിട്ട് നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ തന്നെയാണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഈ സ്റ്റഡി പ്ലാനിൽ കുറേ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൃത്യമായിട്ട് ഉൾക്കൊണ്ടായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നിങ്ങളുടേതായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ. ഒരാളുടെ സ്റ്റഡി പ്ലാൻ നമ്മൾ അതേപോലെ ഫോളോ ചെയ്യേണ്ട കാര്യമല്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ ഈ പറയാൻ പോകുന്ന സ്റ്റഡി പ്ലാൻ കൃത്യമായിട്ട് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഒന്ന് കസ്റ്റമൈസ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതായിരിക്കും ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളത്. കാര്യം പേഴ്സൺ ടു പേഴ്സൺ അവർക്ക് കിട്ടുന്ന ടൈം, അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈമൊക്കെ ഡിഫറൻ്റ് ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഈ ഒരു രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ലഭിക്കാൻ പോകുന്ന ഏറ്റവും മികച്ച അവസരമാണ്, യാതൊരു സംശയമില്ല. അത് ആ ജോബിൻ്റെ പവർ ആണെങ്കിലും ശരി, ജോബിൻ്റെ നാച്ചർ ആണെങ്കിലും ശരി, സാലറി ആണെങ്കിലും ശരി, എല്ലാ അർത്ഥത്തിലും ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറുടെ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിൻ്റെ ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാനാണ്. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഈ സ്റ്റഡി പ്ലാനിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഒന്നാമതായിട്ട് തീർച്ചയായിട്ടും നമ്മൾ ഈ എക്സാമിൻ്റെ സിലബസ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി വെച്ചേക്കണം. അതായത് ഈ എക്സാമിൻ്റെ സിലബസ് എന്താണെന്ന്. കാര്യം നമ്മളൊരു സ്റ്റഡി പ്ലാനിലേക്ക് നമ്മൾ പോകുമ്പോൾ അതിൻ്റെ സിലബസ് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അതേപോലെ തന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് തിയറിയോട് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു സിലബസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ സിലബസിലുള്ള മുഴുവൻ കാര്യങ്ങളും A to Z നമ്മൾ പഠിച്ചു വെക്കണം. ലൈൻ ബൈ ലൈൻ നമ്മൾ എന്ത് ചെയ്യണം, സിലബസിലെ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. സോ രണ്ടാമതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് ആ ഒരു കംപ്ലീഷൻ ഓഫ് തിയറിയാണ്. ആൻഡ് തേർഡ് പാർട്ട് എന്ന് പറയുന്നത് മോക്ക് ടെസ്റ്റിനെ കുറിച്ചാണ്. ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. നാലാമത്തേത് ടൈമാണ്. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് റിവിഷനാണ്. അതേപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഒരു മോട്ടിവേഷനും. ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണ് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്, പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിൻ്റെ സിലബസിൽ ഉണ്ടാവുക എന്നുള്ള കാര്യം സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് എക്സാം നടത്തുന്ന ഒരു രീതി PSC ഇപ്പോൾ വളരെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. മുമ്പൊക്കെ ഒരു സിലബസ് പറയാറുണ്ടെങ്കിലും അതിൽ ഇന്ന ക്വസ്റ്റ്യൻസ് ഇത്ര ക്വസ്റ്റ്യൻസ് ഒന്നും പറയാറില്ലായിരുന്നു. ഇപ്പോൾ കറക്റ്റാണ്. വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് 10 മൊഡ്യൂൾസ്, അതേപോലെ തന്നെ 10 മൊഡ്യൂൾസ് 10 മാർക്ക് വെച്ചിട്ടുള്ള രീതിയിൽ എന്നാണ് എന്ത് ചെയ്യുന്നത് PSC ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ അത് മനസ്സിലാക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, എല്ലാ മൊഡ്യൂളുകൾക്കും ഈക്വൽ വെയിറ്റേജ് ആണ് എന്നുള്ളത്. മുമ്പ് അങ്ങനെയല്ല, മെഷീൻസിലും പവർ സിസ്റ്റത്തിലും കൂടുതൽ ക്വസ്റ്റ്യൻസുകൾ വരാറുണ്ടായിരുന്നു. ഇപ്പോൾ ആ ട്രെൻഡൊക്കെ മാറിയിട്ട് എല്ലാ മൊഡ്യൂൾസിനും ഈക്വൽ വെയിറ്റേജ് ആയതുകൊണ്ട് സിലബസ് കൃത്യമായിട്ട് മനസ്സിലാക്കൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ സിലബസ് നോക്കുകയാണെങ്കിൽ, അപ്പോൾ ഈ ഒരു സിലബസ് എന്ന് പറയുന്നത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട്, അതായത് കേരള വാട്ടർ അതോറിറ്റിയുടെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറാണ് ഈ ലെവലിൽ നടക്കാൻ പോകുന്ന ഏറ്റവും ലേറ്റസ്റ്റ് എക്സാം. ഓൾറെഡി അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ, KSEB അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ, ഹാർബർ എഞ്ചിനീയർ ഡിപ്പാർട്ട്മെൻറ്റിൽ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ, PWD അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ, എല്ലാത്തിൻ്റെയും സിലബസ് എന്ന് പറയുന്നത് ഈ രീതിയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ വന്നിരിക്കുന്ന സിലബസ് ആണ് ഇലക്ട്രിക് സർക്യൂട്ട് 10 മാർക്സ് ഉണ്ട്. ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സിലബസിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ PDF ഒക്കെ അവൈലബിൾ ആയിരിക്കും. അതേപോലെ തന്നെ മാഗ്നറ്റിക് സർക്യൂട്ടിൽ നിന്ന് 10 മാർക്ക് വരുന്നുണ്ട്. ഓക്കെ, ഇലക്ട്രിക് സർക്യൂട്ടിൽ 10 മാർക്ക്, അതേപോലെ മാഗ്നറ്റിക് സർക്യൂട്ടിൽ 10 മാർക്ക് വരുന്നുണ്ട്. ആൻഡ് ദെൻ ഇലക്ട്രിക്കൽ മെഷീൻസ് അത്യാവശ്യം പഠിക്കാനുണ്ട്, അവിടെ എന്ത് മാർക്കുള്ളൂ, 10 മാർക്കുള്ളൂ. അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് നോക്കിയാൽ കഴിഞ്ഞ മൊഡ്യൂളായിട്ട് മാഗ്നറ്റിക് സർക്യൂട്ട് എന്ന് പറയുന്ന വളരെ ചെറിയൊരു മൊഡ്യൂളാണ്, അതിന് 10 മാർക്സ് ആണുള്ളത്. അതേസമയം തന്നെ ഇലക്ട്രിക്കൽ മെഷീൻസ് എന്ന് പറയുന്ന, അതായത് DC ജനറേറ്ററും അതേപോലെ തന്നെ സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമറും ആൾട്ടർനേറ്ററും ഒക്കെയുള്ള ഈ പറഞ്ഞിരിക്കുന്ന ഈവൻ സ്പെഷ്യൽ ഇലക്ട്രിക്കൽ മെഷീൻസ് അടക്കമുള്ള ഈ മെഷീൻസിൽ നിന്നും 10 മാർക്കേ ചോദിക്കുന്നുള്ളൂ. സോ വെയിറ്റേജ് എന്ന് പറയുന്നത് ഈക്വൽ ആണ് എന്നുള്ള കാര്യം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ദെൻ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ നിന്ന് 10 മാർക്ക് വരുന്നുണ്ട്. അതേപോലെ പവർ സിസ്റ്റത്തിൽ നിന്ന് 10 മാർക്ക് വരുന്നുണ്ട്, 5ാമത്തെ മൊഡ്യൂൾ. നമ്മൾ 6ാമത്തെ മൊഡ്യൂളിലേക്ക് വരികയാണെങ്കിൽ കൺട്രോൾ സിസ്റ്റം 10 മാർക്കാണ്. പവർ ഇലക്ട്രോണിക്സ് ആൻഡ് ഓപ്പറേഷണൽ ആംപ്ലിഫയർ, അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, 10 മാർക്ക് വീതമാണ് വന്നിട്ടുള്ളത്. ഇനി 8ാമത്തത് മെഷർമെൻറ്റ്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻസ് 10 മാർക്കിൻ്റെ ഒരു മൊഡ്യൂളാണ് ഇവിടെയും വന്നിരിക്കുന്നത്.
ആൻഡ് ലാസ്റ്റ് 2 മൊഡ്യൂൾസ് എന്ന് പറയുന്നത് സിഗ്നൽസ് ആൻഡ് സിസ്റ്റം, അവിടെയും 10 മാർക്സ് ഉണ്ട്. അതേപോലെ ട്രാൻസ്ഡ്യൂസർ, ബാറ്ററീസ്, ഇലക്ട്രിക്കൽ വയറിങ്. ശരിക്കും ഇത് കുറേ ടോപ്പിക്കുകൾ മിക്സ് ചെയ്തിട്ടുള്ള എന്താ പറയുക, എല്ലാത്തിൻ്റെയും കൂടി ഒരു മിക്സാണ് ഈ മൊഡ്യൂൾ എന്ന് പറയുന്നത്. അതായത് ട്രാൻസ്ഡ്യൂസർ ഉണ്ട്, ബാറ്ററീസ് ഉണ്ട്, അതേപോലെ ഇലക്ട്രിക്കൽ വയറിംഗ് യൂട്ടിലൈസേഷൻ ഒക്കെ ഇതിൽ തന്നെയാണ് വരുന്നത്. ഇവിടെയും 10 മാർക്സ് വരുന്നുണ്ട്. അങ്ങനെ ഒരു ടോട്ടൽ ഓവർവ്യൂ നോക്കുകയാണെങ്കിൽ അങ്ങനെ 10 മൊഡ്യൂൾസിലായിട്ട് 10x10 100 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഈ എക്സാമിൽ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. 1.5 hours ആയിരിക്കും എക്സാമിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സിലബസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ഓൾറെഡി സിലബസ് ഡിസ്കഷനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇനി അതല്ലെങ്കിൽ ഓരോ ലൈൻ ബൈ ലൈൻ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്ന് കാണുക. ഈ സ്റ്റഡി പ്ലാൻ്റെ ആദ്യത്തെ ഫേസിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ സ്റ്റഡി പ്ലാൻ പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഈ സിലബസ് എന്ന് പറയുന്നത് നിങ്ങൾ കവർ ചെയ്ത് പഠിക്കുമ്പോഴാണല്ലോ ഇത് കവറാകുക. ജസ്റ്റ് തിയറി മാത്രമല്ല, അത് ഞാൻ പ്രത്യേകം പറയുന്നുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നിങ്ങൾ ചെയ്യണം, ഈ സിലബസ് എന്ത് ചെയ്യുക, ഇതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് നിങ്ങൾ പഠിക്കുന്ന സ്ഥലത്ത് പേസ്റ്റ് ചെയ്ത് വെക്കുക. അത് മേശയിലാണെങ്കിലോ അല്ലെങ്കിൽ വാളിലാണെങ്കിലോ നിങ്ങളത് പേസ്റ്റ് ചെയ്ത് വെക്കുക. കാര്യം ഈ സിലബസിൻ്റെ എത്ര ഭാഗം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് പഠിക്കാൻ നിങ്ങൾ കൊണ്ട് കഴിയണം. സോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഒരു ഫാക്ടറിലേക്ക്, സ്റ്റഡി പ്ലാനിലേക്ക് പോകുന്ന സമയത്ത് രണ്ടാമതൊരു ഫാക്ടർ എന്ന് പറയുന്നത് ടൈം ഒരു കൺസ്ട്രെയിൻ ആണ്. അതെന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, 2 കാറ്റഗറി ഓഫ് ആൾക്കാരെയാണ് ഞാൻ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ഒന്ന്, ഒരു പാർട്ട് ടൈം ആയിട്ടുള്ള പ്രിപ്പറേഷൻ നടത്താൻ കഴിയുന്ന ആളുകൾ. മറ്റൊന്ന്, ഒരു ഫുൾ ടൈം പ്രിപ്പറേഷൻ ഉള്ള ആൾക്കാർ. ഓക്കെ, ഫുൾ ടൈം പ്രിപ്പറേഷൻ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ടാവും, പാർട്ട് ടൈം ആയിട്ട് പ്രിപ്പറേഷൻ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ടാവും. ഇതാണ് ഞാൻ 2 പ്ലാനായിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പ്ലാൻ എ ഉണ്ട്, പ്ലാൻ ബി ഉണ്ട്. സോ ഈ പ്ലാൻ എ എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം പഠിക്കാൻ, അതായത് ഫുൾ ടൈം പ്രിപ്പറേഷന് വേണ്ടി വില്ലിംഗ് ആയിട്ടുള്ള ആളുകൾ. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഡെയിലി ഒരു 8 hours, 8 എന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് 8 to എന്ത് ചെയ്യാൻ പറ്റും, 8 to ഒരു 10 hours ഒക്കെ എന്തായാലും ഒരു ഡേ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും കേട്ടോ. സോ ഒരു 8 to 10 hours എങ്കിലും ഡെയിലി നിങ്ങൾക്ക് കിട്ടും. അതേപോലെ വീക്കെൻഡിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ചുകൂടി അഡീഷണലി ഒരു 10 to 12 ഒക്കെ നിങ്ങൾ വീക്കെൻഡിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പെർ വീക്ക് തന്നെ ഏകദേശം ഒരു 60 മണിക്കൂറിൻ്റെ അടുത്ത് കിട്ടും. എക്സാക്ട്ലി നോക്കുകയാണെങ്കിൽ ഒരു 56 hour ആ ഒരു റേഞ്ചാണ്. എന്നാലും നമുക്കൊരു 60 മണിക്കൂറെങ്കിലും ഒരു വീക്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, നമുക്ക് ഈ ഒരു പ്ലാൻ പ്രകാരം നമുക്ക് എടുക്കാൻ പറ്റണം. ഓക്കെ, സോ അതത്ര ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ഫുൾ ടൈം പ്രിപ്പറേഷനുള്ള ആളുകൾക്ക് ഇത് അത്ര ടാസ്ക് അല്ല. എന്നാൽ പ്ലാൻ ബിയിൽ പാർട്ട് ടൈം ആയിട്ട് പ്രിപ്പറേഷൻ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, ഒരു ജോലിക്ക് പോകുന്ന ആളുകളായിരിക്കും, അവരെ സംബന്ധിച്ചിടത്തോളം ഡെയിലി 5 മണിക്കൂർ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും കുറച്ച് ഡിഫിക്കൽട്ടാണ്. പക്ഷേ നമ്മൾ ഈ ടൈമിനൊന്ന് സ്പ്ലിറ്റപ്പ് ചെയ്യുകയാണെങ്കിൽ അതും പോസിബിൾ ആണ് കേട്ടോ. ഉദാഹരണത്തിന് രാവിലെ നിങ്ങളൊരു 5 AM എണീക്കുക എന്ന് വിചാരിക്കാം. ഓക്കെ, രാവിലെ ഒരു 5 മണി മുതൽ ഒരു 7:30 വരെ നിങ്ങൾ പ്രിപ്പറേഷൻ കൊണ്ടുപോകുക. ഓക്കെ, ഒരു രാവിലെ ഒരു മോർണിംഗ് 5 to 7:30, അപ്പോൾ അവിടെ ഒരു 2.5 മണിക്കൂർ കിട്ടിയിട്ടുണ്ട് അല്ലേ. അതിന് അതേപോലെ തന്നെ നിങ്ങൾ ഈവനിങ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഓഫീസിലൊക്കെ പോയി തിരിച്ച് ഒന്ന് ഫ്രഷ് ആയിട്ട് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ എന്ത് ചെയ്യാം, ഒരു 8 to 10:30 എന്ത് ചെയ്യുക, 8 to 10:30 നിങ്ങൾ ഈവനിങ് എന്ത് ചെയ്യുക, സ്പെൻഡ് ചെയ്യുക. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഒരു 5 hours നമുക്ക് പെർ ഡേ എടുക്കാൻ പറ്റുന്നുണ്ട്. സോ ഈ 2 ടൈമിലും നിങ്ങൾക്ക് വർക്ക് വരാനൊരു സാധ്യതയില്ല. സോ ആ രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡെയിലി ഒരു 5 hours നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും, നോ ഡൗട്ട്. അപ്പോൾ അങ്ങനെ അവിടെ സ്പെൻഡ് ചെയ്താൽ മാത്രം പോരാ. ഇത് നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന പ്ലാൻ എ ഉള്ള ആളുകളായിട്ട് മാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീക്കെൻഡിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കുറച്ചധികം സ്പെൻഡ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് പ്ലാൻ എ ഉള്ള ആളുകളുമായിട്ട് കോമ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. പ്ലാൻ എ ഉള്ള ആളുകൾ ഒരുപാട് സമയം ഡെയിലി 12-13 മണിക്കൂറൊക്കെ പഠിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ വന്നാൽ അവർ മുന്നോട്ട് പോലെ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. പക്ഷേങ്കിൽ അത്രയും സമയം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്ക് ഒരു ലിമിറ്റിലധികം പോയി കഴിഞ്ഞാൽ നമുക്കതിൽ കുറച്ചൊക്കെ ഒരു മടുപ്പ് വരാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ അവിടെ ഒരു ടൈം ലിമിറ്റ് 8 to 10 പറഞ്ഞത്. ഇവിടെ ഒരു 5 hours എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടാണ്. ബട്ട് ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ടൈം ലിമിറ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമെങ്കിൽ 5 മണിക്കൂർ ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. അതേപോലെ വീക്കെൻഡിൽ കുറച്ച് എക്സ്ട്രാ ടൈം നിങ്ങൾ എഫേർട്ട് എടുത്തേ മതിയാവുള്ളൂ. കാരണം ആ റിസ്ക് നിങ്ങൾ എടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഇനഫ് ടൈം പ്രിപ്പറേഷന് വേണ്ടിയിട്ട് വരുന്നുണ്ടാവില്ല. ഓക്കെ, റെഡി. സോ അതാണ് ടൈമുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് തിയറിയാണ് അല്ലേ. അതായത് സിലബസിനെ നമ്മൾ എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യണം. അത് വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള രീതിയിൽ, അതായത് നമ്മൾ ഈ സിലബസിനെ നമ്മൾ വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, നമുക്കത് കവർ ചെയ്യാൻ പറ്റണം. അത് ഏത് രീതിയിൽ നടത്താൻ പറ്റും ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നുകിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ബുക്സിലൂടെ നിങ്ങൾക്ക് പഠിച്ചെടുത്ത് സിലബസ് കവർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓഫ്ലൈൻ സ്ഥലത്ത് പോയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ, സിലബസ് കവർ ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ മൂന്നാമതൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഓൺലൈനായിട്ട് പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ എൻട്രി പോലുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മുഴുവൻ സിലബസും കവർ ചെയ്യാൻ പറ്റും. സോ അവിടെ നമ്മൾ എൻട്രി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, ഈ കോഴ്സിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് 400 hours ഓഫ് വീഡിയോ ലെക്ചേഴ്സ് ആണ്.
അപ്പോൾ ഈ വീഡിയോ ലെക്ചേഴ്സ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ ലേറ്റസ്റ്റ് അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ് ആണ്. അതായത് ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് ആണ് നിങ്ങൾക്ക് ലഭിക്കുക എന്ന് മാത്രമല്ല ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നടന്ന എല്ലാ ഇലക്ട്രിക്കൽ എക്സാംസിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സൊല്യൂഷൻസ് ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് ഡിജിറ്റൽ ബോർഡിൽ ഷൂട്ട് ചെയ്തിട്ടുള്ളത് എന്ന് മാത്രമല്ല ഫാക്കൽറ്റീസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓൾറെഡി എക്സാംസുകൾ ക്ലിയർ ചെയ്തിട്ട് അസിസ്റ്റന്റ് പ്രൊഫസറൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഫാക്കൽറ്റീസ് വരെ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതായത് ഓൾറെഡി എക്സാംസുകളിൽ ടോപ്പ് 10 റാങ്കിൽ വന്ന ആളുകളുടെ ക്ലാസ്സുകളുണ്ട്. റാങ്ക് ലിസ്റ്റിൽ മൾട്ടിപ്പിൾ ടൈംസ് വന്ന അതായത് വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിൻ്റെ 400 hours ഓഫ് വീഡിയോ ലെക്ചേഴ്സ് ആണ്. എല്ലാവരും വെൽ ക്വാളിഫൈഡ് ആണ്, ഓൾറെഡി ഗവൺമെൻറ് എക്സാം ക്ലിയർ ചെയ്തവരാണ്, ഇതിൻ്റെ ഒരു മെക്കാനിസം കറക്റ്റായിട്ട് അറിയുന്ന ആളുകൾ കൂടിയാണ്. ദെൻ മോർ ദാൻ 100 എക്സാംസുകൾ വരുന്നുണ്ട്. അത് ടോപ്പിക് വൈസും സബ്ജക്റ്റ് വൈസും എല്ലാം ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. 40 മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഈ എക്സാമിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്നുണ്ട്. സോ ഇത്രയും മോക്ക് ടെസ്റ്റുകൾ എന്തിനാണ് ആഡ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ എക്സാം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ 90 minutes 100 questions ആണ്. 90 minutesൽ നിങ്ങൾ 100 questions എന്ത് ചെയ്യണം വർക്ക്ഔട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ആ ഒരു ചാലഞ്ച് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ടൈം ഒരു കൺസ്ട്രെയിൻ ആയിട്ട് വരുന്നത് അത് ഓവർകം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഈ പ്രിപ്പറേഷൻ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് നെഗറ്റീവ് വരുന്നൊരു ഇഷ്യൂ ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ നമ്പർ ഓഫ് അറ്റംപ്റ്റ് കുറയുന്നൊരു ഇഷ്യൂ ഉണ്ടാവാറുണ്ട്. അതെല്ലാം നമ്മൾ സോൾവ് ചെയ്തെടുക്കൽ എങ്ങനെയാണ് മൾട്ടിപ്പിൾ ടൈംസ് മോക്ക് ടെസ്റ്റ് ചെയ്തുകൊണ്ടാണ്. സോ മോക്ക് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ സ്റ്റഡി നോട്ട്സുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ സ്റ്റഡി നോട്ട്സുകൾ പ്രൊവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എന്ത് ചെയ്യാണ് നമ്മുടെ ക്ലാസ് എടുക്കുന്നതിൻ്റെ ഒരു PDF ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതൊരിക്കലും പ്രിൻ്റ് എടുത്ത് അത് മാത്രം യൂസ് ചെയ്യുന്ന ഒരു പ്രവണത ഉണ്ടാവരുത്. നിങ്ങൾ ഹാൻഡ് റിട്ടൺ നോട്ട്സ് തന്നെ എഴുതണം. കാര്യം ഹാൻഡ് റിട്ടൺ നോട്ട്സ് ആയിട്ട് എഴുതി കഴിഞ്ഞാലാണ് നമുക്ക് റിവിഷൻ ചെയ്യുന്ന സമയത്ത് അത് കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് മാറുക. സോ അത് പ്രോപ്പർലി നിങ്ങൾ സ്റ്റഡി നോട്ട്സ് നിങ്ങൾ ചെയ്യുക. അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ബേസ്ഡ് ഓൺ ന്യൂ പാറ്റേൺ, പുതിയ കുറേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസുകൾ കാണാറുണ്ട് അല്ലേ. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസുകളും അതേപോലെ തന്നെ വളരെ എന്താ പറയുക ഡീപ്പായിട്ട് വരുന്ന ഗേറ്റിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻസുകൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് എക്സാംസിൽ വരുന്നുണ്ട്. എസ്പെഷ്യലി പറയുകയാണെങ്കിൽ കഴിഞ്ഞ ലെക്ചർ ഇൻ പോളിടെക്നിക് എക്സാം ആണെങ്കിലും അസിസ്റ്റന്റ് പ്രൊഫസർ പിന്നെ കുറച്ചുകൂടി ഹൈ ലെവലാണെന്ന് എല്ലാവർക്കും അറിയാം. അതിലൊക്കെ വന്നിട്ടുള്ള നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അതേപോലെ കംപ്ലീറ്റ് ഡിസ്കഷൻ ഓഫ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ്. ഇതൊരിക്കലും ഇത് മാത്രം പഠിച്ചു പോയി കഴിഞ്ഞാൽ പലരും ചോദിക്കാറുണ്ട് പ്രീവിയസ് ഇയർ മാത്രം പഠിച്ചു പോയാൽ ഈ എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റുമെന്ന്. ഒരിക്കലും ഇല്ല. കാരണം പ്രീവിയസ് ഇയർ എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് മനസ്സിലാക്കുക. ഒന്ന്, ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകൾ ചെയ്യുന്നതിലൂടെ നമ്മൾ കൺസെപ്റ്റ് ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും എങ്ങനെയാണ് ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്ന് മനസ്സിലാക്കാനുമാണ് എന്ത് ചെയ്യുന്നത് ഈ പറഞ്ഞിരിക്കുന്ന കംപ്ലീറ്റ് ഡിസ്കഷൻ ചെയ്യുന്നത്. അതേപോലെ ക്വിക്ക് റിവിഷൻ ലാസ്റ്റ് ലൈവായിട്ട് നമ്മൾ ഈ ക്ലാസ്സുകളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ എൻട്രിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എൻട്രി പ്ലാറ്റ്ഫോമിൽ നമുക്ക് വളരെ അഭിമാനത്തോടു കൂടി പറയുന്നത് നമ്മുടെ ക്ലാസ്സുകൾ ലൈവായിട്ട് ഫാക്കൽറ്റീസ് നിങ്ങൾക്ക് തരുന്നുണ്ട്. അതായത് ഈ പറഞ്ഞിരിക്കുന്ന 400 hours ഓഫ് വീഡിയോ ലെക്ചേഴ്സ് റെക്കോർഡഡ് ക്ലാസ്സുകളാണെങ്കിൽ റെക്കോർഡഡ് ക്ലാസ് കൂടാതെ അത് ലൈവായിട്ട് ഡിസ്കസ് ചെയ്യാണ്, നിങ്ങൾക്ക് ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്യാണ്, അഡീഷണൽ ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ വരുന്നുണ്ട്. ഇതെല്ലാം എൻട്രിയുടെ ഗോൾഡ് ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന ആളുകൾക്കാണ്. എൻട്രിയിൽ 2 ബാച്ചുകളുള്ളത്, നോർമൽ ബാച്ചും ഉണ്ട്, ഗോൾഡ് ബാച്ചും ഉണ്ട്. നോർമൽ ബാച്ചിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ലെക്ചേഴ്സുകളെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. ഈ പറഞ്ഞ മോക്ക് ടെസ്റ്റുകളും എല്ലാം നിങ്ങൾക്ക് അതിൽ വരുന്നുണ്ടാവും. പക്ഷേങ്കിൽ ലൈവ് സെഷൻസിൽ വരുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഡൗട്ട് വന്നാൽ മെൻറ്ററുമായിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ലൈവ് ക്ലാസ്സിൽ ടീച്ചേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. സോ അതൊരു ബെറ്റർ ഓപ്ഷനാണ്. അപ്പോൾ എൻട്രിയുടെ ഗോൾഡ് ബാച്ചിലാണ് നിങ്ങൾ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് അത്രയും പ്രീമിയം ആയിട്ടുള്ള ഫീച്ചേഴ്സുകൾ അൺലോക്ക് ചെയ്ത് കിട്ടുന്നതായിരിക്കും. ഓക്കെ, 4ാമത് ഈ എക്സാമിൽ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് റിവിഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു സ്റ്റഡി പ്ലാനൊക്കെ ഞാൻ നിങ്ങൾക്ക് സ്റ്റഡി പ്ലാനിലേക്കാട്ടോ നമ്മൾ വരുന്നത്. അപ്പോൾ നമ്മൾ ഈ സ്റ്റഡി പ്ലാനൊക്കെ നമ്മൾ ചെയ്ത് മുന്നോട്ട് പോയിട്ട് നമ്മളത് പ്രോപ്പർലി റിവൈസ് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കാം. ഒരു കാര്യവുമില്ല. നമ്മൾ റിവിഷൻ പ്രോസസ്സ് കൃത്യമായിട്ട് നടന്നിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഈ എക്സാമിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു നല്ല മാർക്കിലേക്കോ നല്ല സ്കോറിലേക്കോ നമുക്ക് എത്താൻ പറ്റില്ല. കാര്യം നമ്മൾ ഒരു ലോങ് ടേമിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ, ഒരു 6 month ടൈമിലാണ്. അപ്പോൾ ഇന്ന് പഠിക്കുന്ന കാര്യങ്ങൾ 6 മാസങ്ങൾക്ക് ശേഷവും അതേ ഇൻറ്റൻസിറ്റിയിൽ അതേ രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രോപ്പർലി റിവൈസ് ചെയ്യണം. അതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നോട്ട്സ് വളരെ ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള നോട്ട്സ്, കാരണം ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള നോട്ട്സ് ആണെങ്കിൽ അതിലൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് ഒരുപാട് സമയം കൺസ്യൂം ചെയ്യേണ്ടി വരില്ല. വളരെ ഫാസ്റ്റായിട്ട് ക്വിക്കായിട്ട് റിവൈസ് ചെയ്യാൻ പറ്റും. സോ റിവിഷൻ എന്ന് പറയുന്നത് ഈ എക്സാമിൽ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഘടകമാണ്. അതേപോലെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് മോക്ക് ടെസ്റ്റ് ആണ്. ഈ മോക്ക് ടെസ്റ്റ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. 90 minutesൽ നമുക്ക് എന്ത് ചെയ്യാണ്ട് 100 questions ചെയ്യാണ്ട്.
അപ്പോൾ ഞാൻ ഈ ഒരു കാര്യത്തിൽ മോക്ക് ടെസ്റ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വെറുതെ ഇപ്പോൾ എൻട്രി ആപ്പിൽ നിങ്ങൾ വന്ന് ജോയിൻ ചെയ്തതിന് ശേഷം വെറുതെ ഒരു മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കൂ. നമ്മൾ ജസ്റ്റ് ഒന്നും പഠിക്കുന്നതിന് മുന്നേ തന്നെ ഒരു മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഒരു മോക്ക് ടെസ്റ്റ് എഴുതുമ്പോൾ എന്തായാലും നമുക്കൊരു 20-30 മാർക്സ് ഒക്കെ എന്തായാലും കിട്ടും. ഈവൻ ഇഫ് യു നോ അബൌട്ട് സംതിങ് ബേസിക്സ് അബൌട്ട് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അതറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഒരു 20-30 മാർക്കൊക്കെ ലഭിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ വിചാരിക്കും റെഡി ആയി വരുന്നുണ്ടെന്ന്. പിന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ തിയറി ഒക്കെ പഠിച്ചു തുടങ്ങുന്ന സമയത്ത് പിന്നെയും മോക്ക് ടെസ്റ്റ് എഴുതുമ്പോൾ ഈ 20-30 എന്നുള്ളത് ചിലപ്പോൾ 30-40 എത്തിയിട്ടുണ്ടാവും, 40-50 എത്തിയിട്ടുണ്ടാവും. പക്ഷേ ആ പ്രോസസ്സ് ഗ്രാജ്വലി എന്ത് ചെയ്യാൻ പറ്റുന്നത് കാണാൻ പറ്റും, ഇമ്പ്രൂവ് ചെയ്ത് വരുന്നതായിട്ട് കാണാൻ പറ്റും. രണ്ട് രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻ്റ് ആണ്. ഒന്ന് നമ്പർ ഓഫ് അറ്റംപ്റ്റ് കൂടുന്നതായിട്ട് കാണാൻ പറ്റും, അതേപോലെ തന്നെ എറർ കുറയുന്നതായിട്ടും അതായത് ആക്യുറസി കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് മോക്ക് ടെസ്റ്റിൻ്റെ ഒരു വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നിങ്ങൾ ജസ്റ്റ് തിയറി പഠിച്ചിങ്ങാൻ കുറേ പ്രോബ്ലം ചെയ്ത് നേരെ എക്സാം ഹാളിൽ പോയാൽ ഇത് കിട്ടൂല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ എക്സാം ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ മോക്ക് ടെസ്റ്റുകൾ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, യൂട്ടിലൈസ് ചെയ്യുക തന്നെ വേണം. അപ്പോൾ ഇനി നമ്മൾ ഈ പറഞ്ഞ പോയിന്റ്സുകളെല്ലാം ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഒരു എക്സാമിൻ്റെ വേണ്ടിയിട്ടുള്ള അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിന് വേണ്ടിയിട്ടുള്ള ഒരു സജസ്റ്റഡ് സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് പറയുകയാണ്. അപ്പോൾ ഈ സ്റ്റഡി പ്ലാനിൽ നമ്മൾ ജൂലൈ 1 മുതലുള്ള ഒരു സ്റ്റഡി പ്ലാനാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. സോ ജൂലൈ 1 മുതൽ ഡിസംബർ 31 വരെയുള്ള ഈ ഒരു സമയം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ മുഴുവൻ സിലബസും കവർ ചെയ്യണം, മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യണം, റിവൈസ് ചെയ്യണം, നോട്ട് കംപ്ലീറ്റ് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാനുണ്ട്, അടുത്ത ഒരു 6 മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ അടുത്തൊരു 5 മാസത്തിനുള്ളിൽ, ഇപ്പോൾ ജൂൺ മാസം കഴിയാണല്ലോ, അടുത്തൊരു 5 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ജാനുവരിയിലോ ഫെബ്രുവരിയിലോ ആയിരിക്കും ഈ എക്സാം കണ്ടക്ട് ചെയ്യാൻ സാധ്യത. അപ്പോൾ ആ ഒരു സമയത്തിനുള്ളിൽ നമ്മൾ വളരെ എന്തായിരിക്കണം, റെഡി ആയിട്ടിരിക്കണം എന്നുള്ളതാണ്. അതായത് അത്രയും നമ്മൾ എക്സാമിന് വേണ്ടിയിട്ട് വില്ലിങ് ആയിരിക്കണം. നമ്മൾ പഠനം എന്ന് പറയുന്നത് റൈറ്റ് ട്രാക്കിലാണെങ്കിൽ മാത്രമേ നമുക്കത് പോസിബിൾ ആവുള്ളൂ. സോ ഡെഫിനറ്റ്ലി നമ്മൾ എവിടെ വെച്ച് പഠിച്ച് തുടങ്ങണം എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ഒരു സംശയവും വേണ്ട, അത് നമ്മുടെ ബേസിക് സബ്ജക്റ്റ് ആയിട്ടുള്ള ഇലക്ട്രിക് സർക്യൂട്ടിൽ തന്നെ തുടങ്ങേണ്ടതായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇലക്ട്രിക് സർക്യൂട്ടിൽ തന്നെ തുടങ്ങേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും ബേസ് എന്ന് പറയുന്നത് ഇലക്ട്രിക് സർക്യൂട്ടാണ്. നമ്മൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ എവിടെയാണെങ്കിലും നമുക്കിപ്പോൾ പവർ സിസ്റ്റം ആയിക്കോട്ടെ അല്ലെങ്കിൽ പവർ ഇലക്ട്രോണിക്സ് ആയിക്കോട്ടെ, എവിടെയാണെങ്കിലും നമുക്ക് ബേസ് എന്ന് പറയുന്നത് ഇലക്ട്രിക് സർക്യൂട്ടാണ്. സോ ഇലക്ട്രിക് സർക്യൂട്ടാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. അത് പെർഫെക്റ്റ് ആയി കഴിഞ്ഞെങ്കിൽ മാത്രമേ ബാക്കിയുള്ള മൊഡ്യൂളുകൾ നമുക്ക് പഠിച്ചു തുടങ്ങാൻ കഴിയുള്ളൂ. സോ ആദ്യഘട്ടത്തിൽ ആദ്യത്തെ ഒരു 3 ആഴ്ച എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക, കംപ്ലീറ്റ്ലി ഇലക്ട്രിക് സർക്യൂട്ടിന് വേണ്ടി മാറ്റി വെക്കുക. ഞാനിവിടെ നമ്പർ ഓഫ് അവേഴ്സ് കൊടുത്തത് 56 എന്നാണ്, വീക്ക്ലി ഒരു 8 അവേഴ്സ് എന്നുള്ള രീതിയിൽ. പക്ഷേ നിങ്ങൾ ഈ വീക്ക്ലി 8 അവേഴ്സ് വെച്ച് പഠിക്കുമ്പോഴും ഞാൻ പ്രത്യേകം പറയാണ്, നേരത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 6 അവേഴ്സ് എങ്കിൽ 60 അവേഴ്സ് ഒക്കെ നിങ്ങൾക്ക് വീക്കിലി കിട്ടുന്നത്. അതെന്തിനാണ് ഒരു 4 അവർ മാറ്റി വെച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വീക്കെൻഡിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 4 മണിക്കൂറെങ്കിലും അല്ലെങ്കിൽ മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും റിവിഷന് വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അതായത് നമ്മൾ ഈ സബ്ജക്റ്റുകൾ നമ്മൾ 2-3 തവണ റിവിഷൻ എന്ത് ചെയ്യണം, ഈ ഒരു 3 ആഴ്ചക്കുള്ളിൽ നടന്നു പോകണം. നമ്മൾ ഇന്നൊരു ടോപ്പിക്ക് പഠിക്കാമെന്ന് വിചാരിക്കുക, അത് നാളെ ആ ടോപ്പിക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുന്നേ തലേ ദിവസം പഠിച്ച ടോപ്പിക്ക് നമ്മൾ ഒന്നുകൂടി റിവൈൻഡ് ചെയ്യണം. അതാണ് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള മെത്തേഡ്. സോ ആ റിവിഷൻ പ്രോസസ്സ് അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്യാണ്, ഡെയിലി നമ്മൾ റിവിഷൻ നടത്തുകയാണ്. പിന്നെ അതിന് പുറമെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വീക്കെൻഡിൽ നമ്മൾ അത് എന്ത് ചെയ്യുന്നുണ്ട്, റിവിഷൻ നടത്തുന്നുണ്ട്. അങ്ങനെ വീക്കെൻഡ് റിവിഷൻ കഴിഞ്ഞ് സബ്ജക്റ്റ് എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സബ്ജക്റ്റ് വൈസ് റിവിഷൻ നമ്മൾ അവിടെ എന്ത് ചെയ്യണം, സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ നമ്മൾ എപ്പോഴും സബ്ജക്റ്റ് വൈസ് റിവിഷൻ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. അതായത് ആദ്യഘട്ടത്തിൽ നമ്മൾ ഡെയിലി റിവിഷൻ ചെയ്യുന്നു, നമ്മൾ ടോപ്പിക്ക് പഠിച്ച് അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കിന് മുന്നേ വീണ്ടും റിവിഷൻ ചെയ്യുകയാണ്. അതിനുശേഷം നമ്മൾ വീക്കെൻഡിൽ റിവിഷൻ ചെയ്യുന്നു. അതിനുശേഷം സബ്ജക്റ്റ് എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സബ്ജക്റ്റ് വീണ്ടും റിവൈസ് ചെയ്യുന്നു. സോ ഈ രീതിയിൽ നമ്മൾ ഓരോ മൊഡ്യൂളുകൾ, ഇപ്പോൾ ആദ്യത്തെ 3 ആഴ്ചയിൽ ഇലക്ട്രിക് സർക്യൂട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണം. ഡെഫിനറ്റ്ലി പോസിബിൾ ആണ്. പിന്നീട് അടുത്തൊരു 2 വീക്സിൽ മാഗ്നറ്റിക് സർക്യൂട്ട് എന്ന് പറയുന്ന മൊഡ്യൂൾസ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. ഞാൻ ഇവിടെ ഒരു സ്റ്റാറ്റസ് നമ്പർ ഓഫ് അവേഴ്സ് കൊടുത്തിട്ടുണ്ട്. നമ്പർ ഓഫ് അവേഴ്സ് നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിരിക്കാം. അതായത് ഒരു വീക്കിൽ നിങ്ങൾക്ക് എത്ര സമയം കിട്ടുന്നുണ്ടെന്നാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കറക്റ്റായിട്ടൊന്ന് പ്രോപ്പർലി ഒന്ന് കൗണ്ട് ചെയ്യാൻ നോക്കുക. നമ്മൾ എന്ത് കാര്യമാണെങ്കിലും കൗണ്ട് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് എന്താ ചെയ്യേണ്ടത്, എന്തുകൊണ്ടാണ് കഴിയാത്തത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുക. ഇപ്പോൾ ഈ 3 സബ്ജക്റ്റുകൾ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഒരുപക്ഷെ ഇത്രയും അവേഴ്സ് നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം. നിങ്ങൾ മനസ്സിലാക്കുക, ഇത്രയും വീഡിയോസുകൾ കാണണമെന്നില്ല കേട്ടോ. ഇത്രയും വീഡിയോസുകൾ കാണാനല്ലുള്ളത്, ഇത് നിങ്ങൾ പഠിക്കാനും പ്രാക്ടീസ് ചെയ്യാനും ക്വസ്റ്റ്യൻസ് ചെയ്യാനും പഠിച്ചെടുക്കാനും എല്ലാത്തിനും കൂടി വേണ്ടിയിട്ടുള്ള സമയമാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഇത്രയും സമയം കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു സ്റ്റാറ്റസ് എന്താണെന്ന് എഴുതിയേക്കണം. അതായത് 56, ഇതിപ്പോൾ ഞാൻ 56 എന്ന് എഴുതിയത് എല്ലാത്തിലും അതേപോലെ എഴുതി, പക്ഷേ അത് വ്യത്യാസം ഉണ്ടോ നോക്കണം. അതേപോലെ നിങ്ങൾ കംപ്ലീറ്റഡ് ആണോ, ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ, ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ, ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ, അത് കൃത്യമായിട്ട് നിങ്ങളെ തന്നെ ട്രാക്ക് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്തത്, സ്റ്റാറ്റസ് ബാർ നോക്കേണ്ടത്. അതേപോലെ തന്നെ മാഗ്നറ്റിക് സർക്യൂട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള മൊഡ്യൂൾ ആയതുകൊണ്ടാണ് 2 ആഴ്ച കൊണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് ഏതാണ്ട് 1 മാസം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, 2 മൊഡ്യൂൾസുകൾ നമുക്ക് അവിടെ കവർ ചെയ്യാൻ പറ്റുന്നുണ്ട്. 1 മാസം കൊണ്ട് 2 മൊഡ്യൂളാണ് നമ്മൾ കവർ ചെയ്യുന്നത്. അത് ഞാൻ ആദ്യത്തെ മൊഡ്യൂളിൽ ഒരു 3 വീക്ക് കൊടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ബേസാണ്. ഇത് ഇലക്ട്രിക്കൽ ഒരു ബേസ് ആയതുകൊണ്ട് 2-3 ആഴ്ച നിങ്ങൾ എടുത്തോളൂ.
പിന്നെ ഓൾറെഡി ബേസ് ഉള്ള ആളുകളും ഓൾറെഡി നോളജ് ഉള്ള ആളുകളും ഉണ്ടാവില്ലേ, അവർക്കൊരു പക്ഷേ ഇത്രയും സമയം വേണ്ടി വരില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യു. അതായത് പറഞ്ഞത് മൊഡ്യൂൾസുകളുടെ ഞാൻ പറയുന്ന സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് ഒരു നോർമൽ സ്റ്റഡി പ്ലാൻ ആണ്. നിങ്ങൾക്കിതിൽ നിങ്ങളുടേതായിട്ട് രീതിയിൽ മാറ്റങ്ങൾ വരുത്താം. ഇതേപോലെ സ്ട്രക്ചേർഡ് ആക്കി മാറ്റുക. ഏതൊരു കാര്യവും അത് സക്സസ്ഫുൾ ആകുന്നത് വെൽ സ്ട്രക്ചേർഡ് ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്താണ് എന്നുള്ളതാണ് റിയാലിറ്റി. ദെൻ അടുത്ത് നമ്മൾ പോകുന്നത് മെഷീൻസ് എന്ന് പറയുന്ന മൊഡ്യൂളിലേക്കാണ്. പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മെഷീൻസ് എന്ന് പറയുന്ന ഒരു വലിയ മൊഡ്യൂളാണ്. നമ്മൾ മെഷീൻസ് മാത്രം പഠിച്ച് പോകുന്ന രീതി എന്ന് പറഞ്ഞാൽ അത് അത്രത്തോളം എന്തായാലും എഫക്റ്റീവ് അല്ല. കാരണം ഓരോ സബ്ജക്റ്റിനോട് ചിലപ്പോൾ നമുക്ക് ഫേവറേറ്റ് ആയിരിക്കും, ചിലപ്പോൾ അത്ര ഫേവറേറ്റ് ആയിരിക്കില്ല. അപ്പോൾ മെഷീൻസ് എല്ലാവർക്കും ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആയിക്കൊള്ളുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ സബ്ജക്റ്റിൻ്റെ കൂടെ കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള മറ്റൊരു മൊഡ്യൂൾ കൂടി നമുക്ക് വേണമെങ്കിൽ ആഡ് ഓൺ ആയിട്ട് പഠിക്കാൻ പറ്റും. അതായത് ഒരു ദിവസം തന്നെ മൾട്ടിപ്പിൾ സബ്ജക്റ്റുകൾ പഠിക്കുന്ന രീതി. സോ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാണ്, മെഷീൻസും മെഷർമെൻറ്റ്സും ആണ് എന്ത് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഓഗസ്റ്റിലുള്ള സെക്കൻഡ് വീക്കിൽ നമ്മൾ പഠിക്കുന്നത്. ഓഗസ്റ്റിലുള്ള തേർഡ് വീക്കിലാണെങ്കിലും ലാസ്റ്റ് വീക്കിലാണെങ്കിലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത് മെഷീൻസ് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. മെഷീൻസ് മാത്രമല്ല, മെഷീൻസിൻ്റെ കൂടെ എന്തുകൂടി വരുന്നുണ്ട്, മെഷർമെൻറ്റ്സും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു സെപ്റ്റംബർ 24 വരെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മെഷീൻസിലും മെഷർമെൻറ്റ്സിലുമാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മൊഡ്യൂൾ ഏകദേശം 4 മൊഡ്യൂൾ ആ സമയം കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, കവർ ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ 4 മൊഡ്യൂൾ 40 മാർക്സേ ആയിട്ടുള്ളൂ അല്ലേ. ഇനിയാണ് സെപ്റ്റംബറിൽ നമ്മൾ വീണ്ടും എങ്ങോട്ട് പോകുന്നത്. സെപ്റ്റംബറിൽ നമ്മൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സും പവർ സിസ്റ്റമാണ്. അവിടെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു മൊഡ്യൂൾ മാത്രമല്ല അതിൻ്റെ കൂടെ മറ്റൊരു മൊഡ്യൂൾ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ എഴുതുന്നതിൽ നിങ്ങൾക്ക് ഒന്നുകൂടി ഒരു സ്പ്ലിറ്റപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിലെ ടോപ്പിക് വൈസ് ആയിട്ടുള്ള സ്പ്ലിറ്റപ്പ് വേണമെങ്കിൽ ഒന്ന് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഞാനിവിടെ ട്രൈ ചെയ്തിട്ടില്ല. അതായത് നമുക്ക് സിലബസ് ഓൾറെഡി ഉണ്ടല്ലോ, നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി സിലബസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ സിലബസ് ഉണ്ടല്ലോ, ഇപ്പോൾ ഈ സിലബസ് എടുത്തിട്ട് ഈ സിലബസിൽ ആദ്യത്തെ വീക്കിൽ നമ്മൾ നമ്പർ സിസ്റ്റം ഇത് പഠിക്കും. അതേപോലെ അടുത്ത വീക്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്, മൈക്രോ പ്രൊസസ്സർ പഠിക്കും എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അവിടെ ഒരു സ്പ്ലിറ്റപ്പ് നിങ്ങൾക്ക് പോസിബിൾ ആണ്. സോ ആ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, സ്പ്ലിറ്റപ്പ് എടുക്കാവുന്നതാണ്. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ ഒക്ടോബറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് നമ്മൾ എന്ത് ചെയ്യണം, ഡിജിറ്റൽ ഇലക്ട്രോണിക്സും പവർ ഇലക്ട്രോണിക്സും ആണ് വരുന്നത്. പവർ സിസ്റ്റം ആണ് അല്ലേ, ഡിജിറ്റൽ ഇലക്ട്രോണിക്സും പവർ സിസ്റ്റം ആണ്. ദെൻ പവർ സിസ്റ്റം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിജിറ്റൽ ഇലക്ട്രോണിക്സും പവർ സിസ്റ്റം നമ്മൾ എത്ര ചെയ്തിട്ടുണ്ട്, ഏകദേശം 5 വീക്കോളം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ആ 2 മൊഡ്യൂൾസിന് മാത്രമായിട്ട്. കാരണം പവർ സിസ്റ്റം അത്യാവശ്യം വലിയ മൊഡ്യൂളാണ് പഠിക്കാനുണ്ട്, ഡിജിറ്റൽ ഇലക്ട്രോണിക്സും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പഠിക്കാനുള്ള മൊഡ്യൂളാണ്. അപ്പോൾ ആ 2 മൊഡ്യൂൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നവംബറിലേക്ക് വരികയാണ്. നവംബറിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സിഗ്നൽസും ഉണ്ട്, കുറച്ചൊക്കെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളും തിയറി ക്വസ്റ്റ്യൻസും മിക്സ്ഡ് ആയിട്ടുള്ളതാണ്. ഇതൊരു തിയറി മൊഡ്യൂളാണ്. അപ്പോൾ സിഗ്നൽസിൻ്റെത് ഇത് രണ്ടും ചെറിയ മൊഡ്യൂൾ ആയതുകൊണ്ട് ഒരു 3 വീക്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിഗ്നൽസും യൂട്ടിലൈസേഷനും പഠിച്ചെടുക്കാം. സിഗ്നൽസ് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ സിലബസ് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഡെപ്തിലേക്ക് പോകുന്നില്ല എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇത് 3 വീക്കിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. സോ നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺട്രോൾ സിസ്റ്റവും അതേപോലെ തന്നെ പവർ ഇലക്ട്രോണിക്സുമാണ് അടുത്ത മൊഡ്യൂളായിട്ട് എടുക്കുന്നത്. ഓക്കെ, അത് നവംബർ മുതൽ ഏതാണ്ട് ഡിസംബർ വരെ, നവംബർ ലാസ്റ്റ് മുതൽ 1 മന്ത് എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു മൊഡ്യൂൾ നമ്മൾ കവർ ചെയ്യുന്നത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ മൊഡ്യൂളുകൾ പഠിക്കുമ്പോഴും കഴിഞ്ഞു പോയ മൊഡ്യൂളുകൾ കൃത്യമായിട്ട് റിവൈസ് ചെയ്യാനും അത് പ്രോപ്പറായിട്ട് നമ്മൾ ട്രാക്ക് ചെയ്യാൻ ശ്രമിക്കണം. അതായത് നമ്മളിപ്പോൾ കൺട്രോൾ പഠിക്കുന്നതിന് മുന്നേ സിഗ്നൽ എടുക്കുക റിവൈസ് ചെയ്ത് നോക്കണം, അതിന് മുന്നേ യൂട്ടിലൈസേഷൻ റിവൈസ് ചെയ്ത് കൊടുക്കും. യൂട്ടിലൈസേഷൻ എന്ന് പറയുമ്പോൾ ട്രാൻസ്ഡ്യൂസർ, ബാറ്ററി, വയറിംഗ് എന്ന് പറയുന്ന ആ ഒരു സെക്ഷനായിട്ടോ ഞാൻ യൂട്ടിലൈസേഷനിൽ ഇട്ടത്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ റിവൈസ് ചെയ്യണം. സോ ഈ രീതിയിൽ നമ്മൾ വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, സിലബസ് കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ എൻ്റെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും ഈ ക്ലാസ്സുകളെല്ലാം ഏറ്റവും സ്ട്രക്ചേർഡ് ആയിട്ട്. ഓൾറെഡി സിലബസ് കംപ്ലീറ്റഡ് ആണ്. അതായത് നിങ്ങൾക്ക് ക്ലാസ്സുകൾ വരാൻ കാത്തിക്കേണ്ട കാര്യമില്ല, ക്ലാസ് ഷൂട്ട് ചെയ്യാൻ കാത്തിക്കേണ്ട കാര്യമില്ല. ഓൾറെഡി ഇൻസ്പെക്ടർ എക്സാമിന് വേണ്ടിയിട്ട് ഏറ്റവും മികച്ച രീതിയിൽ ഡിജിറ്റൽ ബോർഡിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഏറ്റവും മികച്ച ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ക്ലാസ് എടുത്തതെല്ലാം റാങ്ക് ഹോൾഡേഴ്സ് ആണ്. കേരളത്തിൽ തന്നെ ഇതുവരെ നടന്ന PSC എക്സാംസുകളിൽ ഏറ്റവും മികച്ച റാങ്ക് നേടിയിട്ടുള്ള അധ്യാപകരുടെ ഏറ്റവും മികച്ച ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ഇനി നമ്മൾ എന്തുകൊണ്ട് എൻട്രി തന്നെ നമ്മൾ ചൂസ് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ആൻസർ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള കുറച്ച് റിസൾട്ടുകളാണ്. ഇപ്പോൾ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡിൽ 1ാം റാങ്ക് വാങ്ങിയിട്ടുള്ളത് എൻ്റെ ഉദ്യോഗാർത്ഥിയാണ്. അസിസ്റ്റന്റ് പ്രൊഫസർ ഇലക്ട്രിക്കൽ എക്സാമിൽ 1ാം റാങ്ക്, ലെക്ചർ ഇൻ പോളിടെക്നിക് എക്സാമിൽ 3rd റാങ്ക്, KSEB എക്സാമിൽ 12th റാങ്ക് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാം എടുത്തു നോക്കുകയാണെങ്കിൽ 1, 2, 8, 9, 10 ഒക്കെ എൻട്രിയിലെ ഉദ്യോഗാർത്ഥികളാണ്. അതായത് ഒരു റാങ്ക് ലിസ്റ്റിൽ ടോപ്പ് 10ൽ തന്നെ 5 സ്റ്റുഡൻസ് ഒക്കെ എൻട്രിയുടെ ഉദ്യോഗാർത്ഥികളാണ്. അപ്പോൾ ഏറ്റവും മികച്ച രീതിയിൽ ഏറ്റവും റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ബാച്ച് കൂടിയാണ് എൻട്രിയുടെ ഗോൾഡ് ബാച്ച് എന്ന് പറയുന്നത്. സോ എൻട്രിയുടെ ഗോൾഡ് ബാച്ചിലൂടെ ഏറ്റവും മികച്ച റിസൾട്ട് തന്നെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ്. ഇനി എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത്, കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാം ഒരു പക്ഷേ നിങ്ങൾ ക്ലിയർ ചെയ്യാത്ത ആളുകളുണ്ടാവും. അത്തരം ആളുകളെടുത്ത് എനിക്ക് പറയാനുള്ളത്, ഏതൊരു എഫേർട്ട് എന്ന് പറയുന്നതും ഒരൊറ്റ ദിവസം കൊണ്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഉണ്ടാകുന്ന റിസൾട്ട് അല്ല.
അതൊരു റിയാലിറ്റിയാണ് നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പം ഞാൻ ഇവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാറ പൊട്ടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഹാമർ എടുത്തിട്ട് ആദ്യത്തെ അടി ചിലപ്പോൾ ഈ പാറ പൊട്ടിയിട്ടുണ്ടാവില്ല അല്ലേ, രണ്ടാമത്തെ അടിയിലും ഈ പാറ പൊട്ടിയിട്ടുണ്ടാവില്ല, ചിലപ്പോൾ മൂന്നാമത്തെയോ നാലാമത്തെയോ അടിയിലായിരിക്കും എന്ത് ചെയ്തിട്ടുണ്ടാവുക, ഈ ഒരു പാറ പൊട്ടിയിട്ട് അത് ബ്രേക്ക് ആയിട്ട് വരുന്നുണ്ടാവുക. ആ ഒരു പ്രോസസ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പം നമ്മൾ വിചാരിക്കും എന്നാൽ പിന്നെ ആ അവസാനത്തെ അടി മാത്രം മതിയായിരുന്നു. ഒരിക്കലുമല്ല. ആദ്യത്തെ അടിയിൽ തന്നെ ഈ പാറയുടെ സ്ട്രെങ്ത് എന്ത് ചെയ്തിട്ടുണ്ട്, പല ഭാഗങ്ങളിലായിട്ട് കുറഞ്ഞിട്ടുണ്ടാവും അല്ലേ. അതായത് ആദ്യത്തെ നമ്മളിട്ട ആ ഒരു ഫോഴ്സിൽ നമ്മൾ ഹാമർ ഇട്ട് അടിക്കുന്ന സമയത്ത് തന്നെ പാറയുടെ സ്ട്രെങ്ത് കുറഞ്ഞിട്ടുണ്ടാവും. രണ്ടാമത്തെ അടിയിൽ ഒന്നുകൂടി ആ സ്ട്രെങ്ത് കുറഞ്ഞു. അതുകൊണ്ടാണ് മൂന്നാമത്തെയോ നാലാമത്തോ അടിയിൽ ഈ പാറ എന്ത് ചെയ്യാൻ തുടങ്ങിയത്, ഇത് പൊട്ടാൻ തുടങ്ങിയത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റൂലേ. അതേപോലെ തന്നെയാണ് ഏതൊരു PSC എക്സാംസും. ഒരുപക്ഷെ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് ഒരു പക്ഷേ ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. ചില ആളുകൾ ക്രാക്ക് ചെയ്തിട്ട് റാങ്ക് ലിസ്റ്റിൽ എത്തിയിട്ടുണ്ടാവും, ജോലിയിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. സോ ആ സ്റ്റേജ് എന്ന് പറയുന്നതിൽ നിങ്ങൾ നിരാശപ്പെട്ടിരിക്കേണ്ട ഒരു കാര്യമില്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ഇതിലേക്കുള്ള കമ്പൈൻഡ് ആയിട്ടുള്ള എഫേർട്ടായിട്ട് മാറുക. അടുത്ത തവണ ഒരു എക്സാം നടക്കുന്ന സമയത്ത് അതിലേറ്റവും മികച്ച റാങ്കിലേക്കായിരിക്കും അത് നിങ്ങളെ കൊണ്ട് ചെന്നെത്തിക്കാൻ പോകുന്നത്. സോ അതിൻ്റെ ഒരു ക്ലാസിക് എക്സാമ്പിൾ ആയിട്ട് പറയാനുള്ളത്, ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നടന്ന പല എക്സാംസുകൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും അതിൽ വിജയം നേടിയിട്ടുള്ള ആളുകൾ മുൻപ് പല എക്സാംസുകളിലും ഫെയിൽ ആയിട്ടുള്ള ആളുകളോ അതേപോലെ തന്നെ പിന്നോട്ട് പോയ റാങ്ക് ലിസ്റ്റിൽ ഉദ്ദേശിച്ച റാങ്ക് എത്താതെ പോയ ആളുകളോ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു സ്ഥിതിയിലാണ് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ടാവുക, വീണ്ടും പ്രിപ്പറേഷൻ ചെയ്തിട്ടുണ്ടാവും അല്ലേ. അതേപോലെ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തെ എഫേർട്ടൊന്നും നഷ്ടമായിട്ടില്ല. ഞാനീ പറഞ്ഞ പോലെ ഈ പാറയെ നിങ്ങൾ അടിച്ച അടികളാണ് നേരത്തെ കഴിഞ്ഞു പോയ പല എക്സാംസുകളും. ഇനി നിങ്ങളുടെ ഒരു ടൈമാണ് വരാൻ കിടക്കുന്നത്. റാങ്ക് ലിസ്റ്റിൽ കഴിഞ്ഞ പ്രാവശ്യം റാങ്ക് ലിസ്റ്റിൽ കയറാൻ കഴിയാതെ പോയിട്ടുണ്ടെങ്കിൽ ഇത്തവണ അത് റാങ്ക് ലിസ്റ്റിലേക്ക് വരുമ്പോൾ സിംഗിൾ ഡിജിറ്റ് റാങ്ക് ആയിട്ട് വൺ ഓഫ് ദ ബെസ്റ്റ് റിസൾട്ടായിട്ട് മാറണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും നിങ്ങളുടെ ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പം നമ്മൾ എൻട്രിയോടൊപ്പം കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരോടൊപ്പം നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എക്സാമിന് വേണ്ടി പഠിക്കാൻ തയ്യാറാണെങ്കിൽ ഞങ്ങളും തയ്യാറാണ്. ഞങ്ങളുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അതേപോലെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കൂടുതൽ ഇൻഫർമേഷൻസ് ലഭിക്കുന്നതായിരിക്കും. സോ നന്നായിട്ട് പഠിക്കുക. നിങ്ങൾ ആഗ്രഹിച്ച സർക്കാർ ജോലി നിങ്ങളിലേക്ക് എത്തട്ടെ. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.